We definitely learned രണ്ട് KPIs, customer lifetime value and net promoter score. There's another one where നമ്മുടെ ഒരു സെയിൽസ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ അല്ലേ, ആ സെയിൽസ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ സാധിച്ചാലും നമ്മുടെ നേരത്തെ പറഞ്ഞ ക്യാഷ് വെലോസിറ്റി ആണെങ്കിലും ക്യാഷ് ഫ്ലോ ആണെങ്കിലും അതിലൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡെഫിനറ്റ്ലി 100%. സി അതാണ് നമ്മൾ ഒരു ലീഡിൽ നിന്ന് പേയിങ് കസ്റ്റമറായി മാറ്റാൻ എടുക്കുന്ന ഒരു സമയം, അതിൻ്റെ ഡ്യൂറേഷൻ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്സ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. ചിലപ്പോൾ അങ്ങനെ പല പല ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ആ ഒപ്റ്റിമൈസ് ചെയ്ത് എത്ര പെട്ടെന്ന് ഒരു ലീഡിനെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള KPI ആണ്. സി ലൈക്ക് ദിസ് ഇൻ സെയിൽസ് ഓൾസോ ദർ ആർ മെനി ഇൻട്രസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ലീഡ്സിനെയും ഒരേപോലെ കാണുക എന്ന രീതിയിലല്ല, അതുപോലെ സ്ഥിരമായ ആളുകൾ യൂസ് ചെയ്യുന്ന ടാർഗറ്റ് അച്ചീവ്മെൻറ്റ് റേറ്റ് അവർ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, ദർ ആർ ഡിഫറെൻറ്റ് അതർ മെഷർമെൻറ്റ് ദാറ്റ് വി ക്യാൻ ഡു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസൊക്കെ അറിയാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ ഫോളോ അസ് ഓൺ അവർ ഇൻസ്റ്റഗ്രാം. മാത്രമല്ല ബിസിനസ് മാൻ 360 എന്ന ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി, അതായത് ബിസ് ഗ്രോത്ത് കമ്മ്യൂണിറ്റിയാണ്. സ്കിൽ ക്വസ്റ്റിൻ്റെ